ആക്സസ് ടാക്സ് ദി സൂപ്പർ റിച്ച്. ലോകത്തിലെ 400ഓളം കോടീശ്വരന്മാർ ഒപ്പിട്ട ഒരു കത്തിലെ വാചകമാണിത്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ കടുത്ത അസമത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ കത്തിൽ അബിഗെയിൽ ഡിസ്നി, മാർക്ക് റുഫാലോ, ബ്രയാൻ എനോ തുടങ്ങിയ പ്രമുഖരും ഒപ്പിട്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും നടന്നുവരുന്ന ജനകീയ മുന്നേറ്റമായ ടാക്സ് ദി റിച്ച് മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിലാണ് ലോകം ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്. ഈ മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഇതൊരു വലിയ സാമൂഹിക മുന്നേറ്റത്തിന്റെ തുടക്കമാണെന്ന് തോന്നാം. പക്ഷെ യാഥാർത്ഥ്യം അതാണോ? പല വിമർശകരും ഇതിനെ കാണുന്നത് സമ്പന്നർ തങ്ങളുടെ പ്രതിച്ഛായ നന്നാക്കാൻ നടത്തുന്ന ഒരു വെർച്യു സിഗ്നലിംഗ് അഥവാ വെറും പ്രശസ്തിക്ക് വേണ്ടിയുള്ള നാടകമായാണ്. ജനരോഷം തടയാനും ജനാധിപത്യ സംവിധാനങ്ങളിൽ തങ്ങൾക്കുള്ള അമിത സ്വാധീനം സുരക്ഷിതമായി നിലനിർത്താനും വേണ്ടിയുള്ള ഒരു മുൻകരുതൽ കൂടിയാകാം ഈ നീക്കമെന്നാണ് കരുതേണ്ടത്. അതായത് ഒരു വലിയ വിപ്ലവം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ചെറിയൊരു നികുതി നൽകി നിലവിലെ സുഖസൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ന തിരിച്ചറിവിന്റെ കൂടി ഭാഗമാകാം ഇങ്ങനെയൊരു കത്ത്. ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നരായ 1% ആളുകൾ ബാക്കി 95% ജനങ്ങളെക്കാൾ കൂടുതൽ സമ്പത്ത് കൈവശം വെക്കുന്നു എന്ന വസ്തുത സാധാരണക്കാരും സമ്പന്നരും തമ്മിലുള്ള വിടവ് എത്രത്തോളം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്നു. സാധാരണക്കാരൻ തന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നിത്യനിദാന ചിലവുകൾക്കും GST പോലുള്ള നികുതികൾക്കുമായി മാറ്റിവെക്കുമ്പോൾ കോടീശ്വരന്മാരുടെ സമ്പത്ത് നികുതി ഇളവുകളിലൂടെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ടാക്സ് ദി റിച്ച് പോലുള്ള ജനകീയ ക്യാമ്പയിനുകൾ ശക്തമാകുമ്പോഴും നമ്മുടെ രാജ്യം വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. 2015 NDA സർക്കാർ ഇന്ത്യയിൽ സ്വത്ത് നികുതി ഇല്ലാതാക്കുകയും തുടർന്നു വന്ന നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് നികുതികൾ കുത്തിനെ കുറയ്ക്കുകയും ചെയ്തത് സമ്പന്നർക്ക് അനുകൂലമായ നടപടികളായി വിമർശിക്കപ്പെടുന്നു. സാധാരണക്കാരുടെ മേൽ GST പോലുള്ള പരോക്ഷ നികുതികളുടെ ഭാരം കൂടുമ്പോൾ അതിസമ്പന്നർക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ നൽകുന്ന ഇളവുകൾ രാജ്യത്തെ സാമ്പത്തിക വിടവ് വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വസ്തുത. അതായത് കോടീശ്വരന്മാർ നികുതി ആവശ്യപ്പെടുന്നത് അവരുടെ ഉദാരമനസ്കത കൊണ്ടല്ല, മറിച്ച് അതൊരു തന്ത്രമാണ്. ഈ ആവശ്യങ്ങൾ നിയമമാക്കാൻ സർക്കാർ തയ്യാറാകാത്തിടത്തോളം കാലം ഇത്തരം കത്തുകളും പ്രസ്താവനകളും വെറും വാർത്തകളായി അവശേഷിക്കും. ഭരണകൂടങ്ങളുടെ നയങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റം വരാത്തിടത്തോളം കാലം ഇത്തരം പ്രസ്താവനകൾ വെറും പ്രഹസനമായി തുടരും.